അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവ് അത് ശിർക്കാണ് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന അധ്യായം. ഈ അധ്യായത്തിൽ 2 ആയത്തുകളും 2 ഹദീസുകളുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നത്. ഈ അധ്യായത്തിന്റെ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബാബു മാ ജാഅ ഫി ദബഹ് ലിഗൈരില്ലാഹ് എന്നാണ് തുടങ്ങുന്നത്. അദ്ദബഹ് ലിഗൈരില്ലാഹ് എന്നതിലെ അദ്ദബഹ് എന്ന വാക്ക്, അതിനാണ് അറവ് എന്ന് പറയാം. അതിന് അറബിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് വിറാഖത്തുദ്ദം എന്നാണ്. വിറാഖത്തുദ്ദം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുക. അറവിന്റെ 2 രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ദബഹാണ്, മറ്റൊന്ന് നഹറാണ്. ഈ നഹർ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. രണ്ടാമത്തെ ആയത്ത് എന്താ? ഫസ്വല്ലി ലി റബ്ബിക വൻഹർ. നിന്റെ റബ്ബിന് വേണ്ടി നീ അറവ് നടത്തുക എന്നാണ്. റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, അതാണ് ഫസ്വല്ലി ലി റബ്ബിക വൻഹർ. അതിൽ വന്ന വാക്കാണ് നഹർ. ഇപ്പൊ നഹർ എന്ന് പറഞ്ഞാലും ദബഹ് എന്ന് പറഞ്ഞാലും രണ്ടും ഖുർആനിൽ വന്ന വാക്കുകളാണ്, ഹദീസിൽ വന്നതാണ്. രണ്ടിന്റെ അർത്ഥം എന്താണ്? അറവ് എന്നാണ്. പക്ഷെ ദബഹും നെഹറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടിനെയും മൊത്തത്തിൽ ആമായിട്ട് നമുക്ക് അറവ് എന്ന് പറയാം. ആട്, മാട്, കോഴി വർഗ്ഗങ്ങൾ അറുക്കുന്നതിനാണ് ദബഹ് എന്ന് പറയാം. ഒട്ടകത്ത് അറുക്കുന്നതിന് നെഹർ എന്ന് പറയും. ഇനി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അറവായി മാറണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് തസ്മിയത്താണ്. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നാമം ഉച്ചരിച്ച് അറക്കണം. രണ്ടാമത്തെ ചേരുവ, അതും പ്രധാനമാണ്, ഖുർബത്ത്. ഖുർബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടാകണം അറുക്കേണ്ടത്. ഇത് രണ്ടുമല്ലാത്ത അറവുകളൊക്കെ ഹറാമാണ്. ഈ പറയപ്പെട്ട 2 സിഫത്തുകളിൽ നിന്ന് പുറത്തുപോയ അറവുകളാണ് ഇന്ന് നാടുകളിൽ അധികം നടക്കുന്നത്. ജാറങ്ങളിൽ, ബലിക്കല്ലുകളിൽ, കാവുകളിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത പല അറവുകളും ഇതിന്റെ 2 കോളത്തിന്റെയും പുറത്താണ്. അപ്പൊ അറവാകണമെങ്കിൽ എന്ത് വേണം? തസ്മിയത്തും ഖുർബത്തും വേണം. ഇനി ഒരാൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചറുത്തു, തസ്മിയത്ത് റെഡിയായി, ഖുർബത്ത് തെറ്റിപ്പോയി. ആരെ സാമീപ്യം ആഗ്രഹിച്ചത്? ജാറത്തിലെ മഹാന്റെ സാമീപ്യം, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ദേവതയുടെ, ഒരു ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഒരു കല്ലിന്റെ ഖുർബത്താണ് ആഗ്രഹിച്ചതെങ്കിൽ ആ അറവ് തെറ്റായി. അതാണ് ഈ അധ്യായം പഠിപ്പിക്കുന്നത്. തൗഹീദിന്റെ ഭാഗമാണത്. ഇനി ഒരാൾ ബിസ്മി ചൊല്ലി അറുത്തു, ഖുർബത്ത് വ്യത്യാസമായി പോയി. ഇനി ഒരാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല, പക്ഷെ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ സാമീപ്യമാണെങ്കിലും അതും സ്വീകാര്യമല്ല. അതാണ് ഈ അധ്യായം വിശദീകരിക്കുന്നത്.